ആരാണ് ഈ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ? ഇന്നിവിടെ ഏറെ രസകരമായ ഒരു കാര്യം എല്ലാവരും വാദിക്കുന്നു. ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനക്കാരും ജമാഅത്തെ ഇസ്ലാമികളും അതേപോലെ തന്നെ തബ്ലീഗിന്റെ ആളുകളും എല്ലാവരും പറയുന്നു ഞങ്ങളാണ് അഹ്ലുസുന്ന, ഞങ്ങളാണ് അഹ്ലുസുന്ന എന്ന് അവരെല്ലാവരും പറയുന്നു. ഇവിടെ യഥാർത്ഥത്തിൽ ആരാണ് അഹ്ലുസുന്ന? ബഹുമാനപ്പെട്ട ഇമാം മുനാവി റഹിമഹുല്ലാ വലിയ മുഹദ്ദിസാണ്, വലിയ പണ്ഡിതനാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ ഇബ്നു അബ്ദുൽ വഹാബ് ഒരിക്കൽ പറഞ്ഞു, ഹദീസിൽ എനിക്ക് സംശയമുണ്ടാകുമ്പോൾ ഞാൻ മുനാവിയെയാണ് അവലംബിക്കാറ് എന്ന് ഇബ്നു അബ്ദുൽ വഹാബ് പറയുന്നുണ്ട്. ആ ഇമാം അബ്ദുർ റഊഫ് അൽ മുനാവി റഹിമഹുല്ലാ അവിടുത്തെ ഫൈദുൽ ഖദീറിൽ പറയുന്നുണ്ട്, ഇന്ന് നമ്മുടെ നാട്ടിലെ എല്ലാ വിഭാഗം ആളുകളും ഞങ്ങളാണ് അഹ്ലുസുന്ന, ഞങ്ങളാണ് അഹ്ലുസുന്ന എന്ന് വാദിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആരാണ് അഹ്ലുസുന്ന എന്നൊരു ചോദ്യം ഇമാം മുനാവി റഹിമഹുല്ലാ കൊണ്ടുവന്ന് അതിന് മറുപടിയായി പറയുന്നുണ്ട്, അഹ്ലുസുന്ന, ഞങ്ങളാണ് അഹ്ലുസുന്ന എന്ന് വാദിക്കൽ കൊണ്ട് ആരും അഹ്ലുസുന്നയാവുകയില്ല. മറിച്ച് പൂർവ്വസൂരികളായ സ്വഹാബത്തിനെയും അതേപോലെ തന്നെ ഇമാം ബുഖാരിയെയും ഇമാം മുസ്ലിമിനെയും ഇമാം ഖത്താബിയെയും ഇമാം ബഗവിയെയും ഇമാം നവവിയെയും ഇമാം റാഫിയെയും ഇങ്ങനെയുള്ള ഇമാമിങ്ങളെ എണ്ണി പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം മുനാവി റഹിമഹുല്ലാ പറയുന്നുണ്ട്, ഇവരെ എല്ലാവരും സ്വീകരിക്കുന്നവരും ഇവരെ പാതയിലുള്ളവരെ പറ്റിയാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന് പറയുക എന്ന് ബഹുമാനപ്പെട്ട അബ്ദുർ റഊഫ് അൽ മുനാവി റഹിമഹുല്ലാ അവിടുത്തെ ഫൈദുൽ ഖദീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ന് ഈ ഒരു പാതയിൽ ആരാണ് ഉള്ളത് എന്ന് നിഷ്പക്ഷമായി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ പറയപ്പെട്ട ഇമാമിങ്ങളെല്ലാവരും അവരെല്ലാവരെയും സ്വീകരിക്കുന്നവർ നമ്മൾ മാത്രമാണ്. വിദേഹത്തിന്റെ കക്ഷികൾ പലപ്പോഴും സ്വഹാബത്തിനെയും മുൻഗാമികളായ ഇമാമിങ്ങളെയും എല്ലാവരെയും തള്ളിയവരാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇവിടുത്തെ വിദേഹത്തിന്റെ പ്രസ്ഥാനങ്ങൾ ഏതാവട്ടെ, മുജാഹിദാകട്ടെ ജമാഅത്ത് ഇസ്ലാമി ആകട്ടെ, എല്ലാവരും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന് പേര് പറയുകയും മുൻഗാമികളെ ഗണ്ണിക്കുകയും മുൻഗാമികളെ മാറ്റിവെക്കുകയും അവരെ ആക്ഷേപിക്കുകയും ചെയ്തവരാണ്.